ചേരുന്നത് നമ്മോടൊപ്പം മലപ്പുറത്ത് വേറൊന്നുമല്ല മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം 2 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതൊക്കെ സംബന്ധിച്ച് നിർണായകമായ യോഗം ഇന്ന് പാണക്കാട് ചേരുന്നുണ്ട്. ഇനി രാജ്യസഭാ സീറ്റ് എന്നുള്ള കോൺഗ്രസിന്റെ വാഗ്ദാനം, അതിനോടുള്ള തീരുമാനം എന്തായിരിക്കണം, അതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് കരുതാം. അതേസമയം യൂത്ത് ലീഗും സീറ്റ് നൽകണമെന്ന്, രാജ്യസഭാ സീറ്റെങ്കിൽ അങ്ങനെ എന്നുള്ള ആവശ്യമൊക്കെ ഓൾറെഡി ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ എന്താണ് തീരുമാനം എന്നുള്ളത് ഇന്ന് വ്യക്തമാകും. അനുമോദ്, ഗുഡ് മോർണിംഗ്. രാവിലെ നമ്മൾ ഈ നാടൻപാട്ടിന്റെ ഒരു താളത്തിലായിരുന്നു. അതിനൊപ്പം തന്നെ നമുക്ക് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഡെവലപ്മെന്റിന്റെ കൂടി അറിയണമല്ലോ. അപ്പോൾ എന്താണ് ഇന്ന് പാണക്കാട് നടക്കാൻ പോകുന്ന സാഹചര്യം? എന്തായിരിക്കും അതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാമോ ഇന്ന് തന്നെ? ഗുഡ് മോർണിംഗ് എൽദോ. നമ്മളെ സംബന്ധിച്ച് ഇന്ന് മുസ്ലിം ലീഗിലെ ഏറ്റവും നിർണായകമായ യോഗമാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇന്ന് ചേരാൻ പോകുന്നത്. കാരണം കോൺഗ്രസ് നൽകിയ രാജ്യസഭാ സീറ്റ് എന്ന ഉപാധിയിൽ ലീഗിന്റെ തീരുമാനം ഔദ്യോഗികമായിട്ട് ഈ ഒരു യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപിക്കുക. രാജ്യസഭാ സീറ്റ് എന്ന ഉപാധി സ്വീകരിച്ചുകൊണ്ട് മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് സ്വാഭാവികമായിട്ടും ലീഗ് പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ളൊരു വലിയ പ്രതിഷേധത്തിന്റെ സാഹചര്യം കാണുന്നില്ല. കാരണം ഈ ഒരു അവസാന നിമിഷത്തിൽ മുന്നണിയെ പ്രതിസന്ധിയിലാക്കി മറ്റൊരു തരത്തിലേക്ക് തീരുമാനത്തിലേക്ക് ലീഗ് ഒരിക്കലും എത്തില്ല എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. കാരണം UDF-നെ ഒരിക്കലും പ്രതിസന്ധിയിലാക്കാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല എന്ന് പലവട്ടം ലീഗ് ആവർത്തിച്ചിട്ടുള്ളതാണ്. അത് ആ ഒരു നിലപാട് തന്നെയായിരിക്കും ഇന്നും തുടരുക. ഒപ്പം തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം പൊന്നാനി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറിന് പകരം അബ്ദുൽ സമദ് സമദാനിയും, മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും സ്ഥാനാർത്ഥികളാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഇതിൽ അന്തിമമായുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയില്ല ഇന്നത്തെ യോഗത്തിൽ. കാരണം ഇതുവരേക്കുള്ള ഒരു ധാരണ അപ്രകാരമാണ് എന്ന വിവരമാണ്, സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്, അനൗദ്യോഗികമായിട്ട് ലഭിക്കുന്നത്. ഒപ്പം തന്നെ രാജ്യസഭാ സീറ്റ് ലഭിച്ചാൽ അത് ഒരു യൂത്ത് ലീഗ് നേതാവിന് നൽകണം എന്നൊരാവശ്യവും ഉയരുന്നുണ്ട്. ഇന്നലെ യൂത്ത് ലീഗിന്റെ ദേശീയ സംസ്ഥാന നേതാക്കളും സംസ്ഥാന അധ്യക്ഷനായ മുനവർ ശിഹാബ് തങ്ങളും ഒക്കെ പാണക്കാട് സാദിഖ് ശിഹാബ് തങ്ങളെ കണ്ടിരുന്നു. യൂത്ത് ലീഗിന് പ്രാതിനിധ്യം നൽകണമെന്ന ആവശ്യം അവർ ഔദ്യോഗികമായിട്ട് തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യം ഒന്നുകിൽ ഈ പാർലമെന്റ് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് യൂത്ത് ലീഗിന് നൽകുക, പകരം വരുന്ന രാജ്യസഭാ സീറ്റ് മുതിർന്ന നേതാവിന് നൽകുക, അത്തരത്തിലൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാജ്യസഭാ സീറ്റ് നൽകാനാകില്ലെങ്കിൽ എന്തുതന്നെയാണെങ്കിലും ഇത്തവണ ഒരു പ്രാതിനിധ്യം വേണം എന്നൊരാവശ്യമാണ് യൂത്ത് ലീഗിനും ഉള്ളത്. ഇതിലൊക്കെ എന്ത് തീരുമാനം വരും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും രാവിലെ 10 പാണക്കാട് സാദിഖ് ശിഹാബ് തങ്ങളുടെ വസതിയിൽ യോഗം ചേരുക. ഉച്ചയോടെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ ലഭിക്കും. കോൺഗ്രസിന്റെ ഉപാധി, രാജ്യസഭാ സീറ്റ് എന്ന ഉപാധി സ്വീകരിച്ച് എന്താണ് ലീഗ് നൽകുന്ന മറുപടി? പ്രത്യേകിച്ച് അണികളെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു കാര്യം ലീഗിനുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും വിശ്വസ്തരായ അണികളുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ അണികളുടെ ആവശ്യമാണ് മൂന്നാം സീറ്റ് എന്നത്. ആ സീറ്റിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അവരുടെ നിലപാട് എന്തായിരിക്കും എന്ന കാര്യം അണികളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലൊരു വിശദീകരണം നൽകാൻ ലീഗ് നേതൃത്വത്തിന് സാധിക്കുമോ? ഒപ്പം തന്നെ മലപ്പുറം പൊന്നാനി സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ ആരെല്ലാമാകും, യൂത്ത് ലീഗിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം ലഭിക്കുമോ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാത്തിരുന്ന് കാണേണ്ടത്. എൽദോ.